ഈ ചാനൽ തുടങ്ങി ഏകദേശം 1 വർഷമാവുന്ന ഈ വേളയിൽ നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ വിമർശനങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ അദാനി ഗ്രൂപ്പിന്റെ വിവിധ ബിസിനസ്സുകളിൽ നിക്ഷേപിച്ചവരും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിക്ഷേപിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതിനാൽ തന്നെ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അദാനി സ്റ്റോക്കുകൾ നിക്ഷേപകർക്ക് മൾട്ടി ബാഗ് റിട്ടേണുകൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും നിക്ഷേപിച്ചവർക്ക് സ്വസ്ഥതയോടെയോ ആശങ്കയില്ലാതെയോ നിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിന്റെ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ 3ാമത്തെ വലിയ ബിസിനസ് ശൃംഖലയാണ് അദാനി ഗ്രൂപ്പ്. പോർട്ട് മാനേജ്മെന്റ്, ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, റിന്യൂവബിൾ എനർജി, ഖനനം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, പ്രകൃതിവാതകം, ഭക്ഷ്യ സംസ്കരണം, സിമന്റ്, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി വിവിധ വ്യവസായങ്ങളിൽ ഗ്രൂപ്പിന്റെ നിരവധി ബിസിനസ്സുകൾ വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ നിങ്ങൾ അദാനി കമ്പനികളിൽ ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഈ കമ്പനികളുടെ അടിസ്ഥാന കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. ഈ ബിസിനസ് ഗ്രൂപ്പിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെയും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടത്തിനോ വിവാദങ്ങളുടെയോ കാര്യത്തിൽ ഒരാശ്വാസവും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് വേണം കരുതാൻ. അടുത്തിടെ US കോടതിയിൽ ഉന്നയിച്ച അദാനി ഗ്രൂപ്പ് ഓഹരികളെക്കുറിച്ചുള്ള ആരോപണങ്ങളുടെ വാർത്ത പുറത്തു വന്നയുടൻ നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയും അത് ഓഹരികളിൽ വൻ ഇടിവ് സൃഷ്ടിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് ഇപ്പോഴും അതിന്റെ വിപുലീകരണ പദ്ധതികൾ പര്യവേഷണം ചെയ്ത് അവയുമായി മുന്നോട്ടു പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഓഹരി ഉടമകൾ ആശങ്കാകുലരാണ്. അദാനി ഗ്രൂപ്പിന്റെ ഓരോ ഓഹരിയും മൾട്ടി ബാഗർ ആയിരുന്നു. ഈ കമ്പനികളുടെ ഓഹരി വിലകൾക്ക് ആകാശമാണ് പരിധിയെന്ന് നിക്ഷേപകർ കരുതിയിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയുടെ പ്രതിനിധികളായി പലപ്പോഴും വിശേഷിക്കപ്പെടുന്ന കമ്പനികളിൽ ഒന്നായിരുന്നു അദാനി ഗ്രൂപ്പ്. 2022 അദാനി സ്റ്റോക്കുകൾക്ക് മികച്ച മുന്നേറ്റം ഉണ്ടായി. അദാനിയുടെ മുൻനിര ഓഹരികൾ നിക്ഷേപകർക്ക് വലിയ സമ്പത്തുണ്ടാക്കി. ലിസ്റ്റ് ചെയ്ത 7 അദാനി കമ്പനികൾ 2022 നിക്ഷേപകരുടെ സമ്പത്തിലേക്ക് 7.4 ട്രില്യൺ രൂപ കൂട്ടിച്ചേർത്തു. ഇത് അദാനി സ്റ്റോക്കുകളെ 2022 ഏറ്റവും വേഗത്തിൽ വളരുന്ന ഓഹരികളാക്കി മാറ്റി. ശക്തമായ ഈ റാലി ഒരു വേള ഹ്രസ്വകാലത്തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സമ്പന്നനായ വ്യക്തി എന്ന സ്ഥാനം നേടാൻ വരെ ഗൗതം അദാനിയെ പ്രാപ്തനാക്കി. തുടർന്നായിരുന്നു ഹിൻഡൻബർഗ് ആരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതോടെ നിക്ഷേപകരുടെ ഈ ഗ്രൂപ്പിനോടുള്ള മുഴുവൻ കാഴ്ചപ്പാടും മാറി. എന്നാൽ അദാനി ഗ്രൂപ്പിനും സെബിക്കും അനുകൂലമായ വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി അന്വേഷണം മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുന്നത് നിരസിച്ചു. ഇത് ഓഹരി ഉടമകളിൽ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്നു. ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് അടുത്ത വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. സൗരോർജ കരാറുകൾ തരപ്പെടുത്താൻ ഇന്ത്യയിൽ 2200 കോടി രൂപ കോഴ നൽകിയെന്ന കേസിൽ അദാനി ഗ്രൂപ്പ് സ്ഥാപകനും സിഇഒയുമായ ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സമൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതായിരുന്നു വാർത്ത. അതേസമയം US നീതിന്യായ വകുപ്പ് അഴിമതി, കോഴ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ലെന്നായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിലാണ് US തങ്ങൾക്കെതിരായി ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ലെന്ന് കമ്പനി വ്യക്തമാക്കിയത്. ഇതോടെ ഏതാനും ദിവസങ്ങളായി തകർച്ച നേരിട്ടുകൊണ്ടിരുന്ന അദാനി ഓഹരികൾ മുകളിലേക്ക് കയറി. കൂടാതെ അദാനി ഗ്രൂപ്പ് മേധാവി ഗൗതം അദാനി ഉൾപ്പെടെ ഗ്രൂപ്പിലെ ഉന്നതർക്കെതിരെ US തൊടുത്തുവിട്ട കൈക്കൂലി കുറ്റപത്രം അത്ര ഗൗരവമല്ലെന്ന് വ്യക്തമാക്കി അദാനി ഗ്രൂപ്പിന് പിന്തുണ അറിയിച്ച് ഇസ്രായേലും മുൻനിര ജാപ്പനീസ് ബാങ്കുകളും അബുദാബി ആസ്ഥാനമായ നിക്ഷേപ സ്ഥാപനം അബുദാബി ഇന്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനിയും രംഗത്തു വന്നു. ഇസ്രായേലിൽ അദാനി ഗ്രൂപ്പിൽ നിന്നും കൂടുതൽ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ അംബാസഡർ വ്യക്തമാക്കിയത്. അദാനി ഗ്രൂപ്പിൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്നും നിക്ഷേപ പിന്തുണ തുടർന്നും നൽകുമെന്നുമാണ് അബുദാബി IHC വ്യക്തമാക്കിയത്.
അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വിവാദം ഏറെക്കാലം നീളില്ലെന്നും ഗ്രൂപ്പിനുള്ള പിന്തുണ തുടരുമെന്നും ജാപ്പനീസ് ബാങ്കായ മിസുഹോ ഫിനാൻഷ്യൽ വ്യക്തമാക്കി. അദാനിക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പ നൽകാൻ ഒരുക്കമാണെന്ന് സുമിടോമോ മിത്സുയി ഫിനാൻഷ്യൽ, മിത്സുബിഷി UFJ ഫിനാൻഷ്യൽ എന്നീ ജാപ്പനീസ് ബാങ്കുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗ് ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾ കനത്ത തകർച്ച നേരിട്ടപ്പോൾ രക്ഷകരായി നിക്ഷേപ പിന്തുണയുമായി US നിക്ഷേപ സ്ഥാപനമായ GQG പാർട്ട്നേഴ്സ് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യൻ വംശജനായ രാജീവ് ജെയിൻ നയിക്കുന്ന GQG നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും അദാനിക്കുള്ള പിന്തുണ പിൻവലിച്ചിട്ടില്ലെന്നതും ഗ്രൂപ്പിന്റെ ഓഹരികൾക്ക് കരുത്താണ്. ആദ്യം അദാനി സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കാം. ഇതിൽ ആദ്യത്തേത്, കമ്പനിക്കും അതിൻ്റെ സ്ഥാപകനുമെതിരെ വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടായിട്ടും കമ്പനികൾ തന്നെ അവരുടെ ബിസിനസ് മാനേജ് ചെയ്ത് ശക്തമായി മുന്നോട്ടു പോകുന്നു എന്നതാണ്. വരാനിരിക്കുന്ന എനർജി ട്രാൻസിഷൻ, ഡിജിറ്റൽ ട്രാൻസിഷൻ തുടങ്ങിയ മേഖലകളിലെ വളർച്ച മുന്നിൽ കണ്ട് അടുത്ത 10 വർഷത്തിനുള്ളിൽ $100 ബില്യൺ നിക്ഷേപം നടത്താൻ ഗ്രൂപ്പ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നിക്ഷേപത്തിന്റെ 70% എനർജി ട്രാൻസിഷനിലേക്കായി നീക്കിവെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു സംയോജിത ഹൈഡ്രജൻ അധിഷ്ഠിത മൂല്യ ശൃംഖലയ്ക്കായി ഇതിനകം $70 ബില്യൺ നീക്കിവെച്ചിട്ടുണ്ട്. കൂടാതെ തുറമുഖങ്ങളെ ഭൂഗർഭമായി ആഗോളതലത്തിൽ ബന്ധിപ്പിച്ചിട്ടുള്ള കടലിനടിയിലെ കേബിളുകളുടെ ശൃംഖലയിലൂടെ ഗ്രീൻ ഡാറ്റാ സെന്ററുകളെ പരസ്പരം ബന്ധിപ്പിക്കാനും ഉപഭോക്തൃ അധിഷ്ഠിത സൂപ്പർ ആപ്പുകൾ നിർമ്മിക്കാനും കമ്പനി ഉദ്ദേശിക്കുന്നു. കൂടാതെ സോളാർ മോഡ്യൂൾ നിർമ്മാണം, ഗ്രീൻ ഹൈഡ്രജൻ, നവി മുംബൈ എയർപോർട്ട്, ഡാറ്റാ സെന്ററുകൾ തുടങ്ങിയ മേഖലകളിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ എത്തിക്കാനാണ് അദാനി എന്റർപ്രൈസസ് ലക്ഷ്യമിടുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിൽ ആഗോള ലീഡർഷിപ്പാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഗണ്യമായ ശേഷി വിപുലീകരണം പ്രതീക്ഷിക്കുന്നു. ശക്തമായ ഒരു ഹരിത ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനായി 2030ഓടെ $50 ബില്യൺ നിക്ഷേപിക്കാൻ അദാനി ന്യൂ ഇൻഡസ്ട്രീസിന് പദ്ധതികളുണ്ട്. ഗുജറാത്തിലെ മുന്ദ്രയിൽ 20 ജിഗാവാട്ട്സിന്റെ ഒരു വിൻഡ് സോളാർ പദ്ധതിയിലും കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. പ്രസരണ ലൈനുകൾ വിപുലീകരിച്ച് അദാനി ട്രാൻസ്മിഷൻ വൈദ്യുതി മേഖലയിൽ സാന്നിധ്യം ശക്തമാക്കുകയാണ്. വൈദ്യുതി വിതരണ ശൃംഖല ഇരട്ടിയാക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി. ഇന്ത്യയിലെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിന്റെ 60% വിപണി വിഹിതവും അദാനി പോർട്സിനുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. അടുത്തിടെ കെനിയയിൽ കമ്പനിക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടികൾക്കിടയിലും കമ്പനി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നത് ഗ്രൂപ്പിന്റെ ശക്തി വെളിവാക്കുന്നു. ഇന്ത്യയിലുടനീളമുള്ള 15 തുറമുഖങ്ങളുടെയും ടെർമിനലുകളുടെ ശൃംഖലയും ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ ഹൈഫ തുറമുഖത്തിന്റെ ഉടമസ്ഥതയും കമ്പനിക്കുണ്ട്. ഡെറ്റ് ഇക്വിറ്റി അനുപാതം 1 അദാനി പോർട്സിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മികച്ചതാണ്. വെല്ലുവിളി നിറഞ്ഞ ഒരു വ്യവസായത്തിൽ മാന്യമായ റിട്ടേൺ അനുപാതങ്ങൾ, വരുമാന വളർച്ച, ലാഭക്ഷമത വളർച്ച എന്നിവയ്ക്കൊപ്പം മൂലധനം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന്റെ മികച്ച റെക്കോർഡ് കമ്പനിക്കുണ്ട്. US കോടതിയിലെ ആരോപണങ്ങൾ കൊടുങ്കാറ്റായി ഗ്രീൻ എനർജി ബിസിനസ്സിൽ പതിച്ചെങ്കിലും അദാനി ഗ്രൂപ്പിലെ ബാക്കിയുള്ളവ ഒരു തരത്തിലും ബുദ്ധിമുട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. കടം കുറയ്ക്കുന്നതിലൂടെ ഗ്രൂപ്പ് അതിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്നു. ഡെറ്റ് ഇക്വിറ്റി അനുപാതം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ ഇപ്പോൾ വേഗത്തിലാണ്. ഇത് നിക്ഷേപകരുടെയും കടം കൊടുക്കുന്നവരുടെയും ഇടയിലുള്ള ആശങ്കകൾ ലഘൂകരിക്കാൻ സഹായിക്കും. വിശ്വാസ്യത പുനഃസ്ഥാപിക്കാനും ഭാവിയിലെ വിവാദങ്ങൾ ലഘൂകരിക്കാനും ലക്ഷ്യമിട്ട് മെച്ചപ്പെടുത്തിയ സുതാര്യതയും ഭരണപരിഷ്കാരങ്ങളും കമ്പനി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, 2023 ജനുവരിയിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ ഇടിഞ്ഞതിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തതാണ് സമീപകാല നാടകത്തെ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള രസകരമായ കാര്യം. പുതിയ ആരോപണങ്ങളിലാണ് ശ്രദ്ധ മുഴുവൻ. ഹിൻഡൻബർഗ് സംഭവം മറന്നുപോയതായി തോന്നുന്നു. മാർക്കറ്റ് റെഗുലേറ്ററിന്റെ അന്വേഷണത്തെ തുടർന്ന് കോടതികളിൽ പ്രശ്നം അവസാനിച്ചതിനു ശേഷം ഓഹരി വിലകൾ വലിയ തോതിൽ വീണ്ടെടുത്തിരുന്നു. സമീപകാല ആരോപണങ്ങളെ വിപണി കാണുന്നത്
യഥാർത്ഥ ആരോപണങ്ങളുടെ തുടർച്ചയായും ഇന്ത്യൻ സർക്കാരുമായുള്ള ഗ്രൂപ്പിന്റെ അടുപ്പം മൂലമുള്ള സമ്മർദ്ദ തന്ത്രമായുമാണ്. അതുകൊണ്ട് തന്നെ വാർത്ത വന്നപ്പോൾ ഉണ്ടായ വലിയ തകർച്ചയ്ക്ക് ശേഷം ഓഹരി വിലകൾ ഇതിനകം തന്നെ അദാനി ഗ്രീൻ എനർജി ഒഴികെയുള്ള സ്റ്റോക്കുകളിൽ കുറച്ച് കയറ്റം കണ്ടിരുന്നു. അതിനാൽ ഗ്രൂപ്പിനെക്കുറിച്ച് മൊത്തത്തിൽ ഈ വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ യഥാർത്ഥ ആരോപണങ്ങളെക്കാൾ വിപണിയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു. ഹിൻഡൻബർഗ് കാര്യത്തിൽ എന്ന പോലെ പ്രശ്നം ശാന്തമാവുകയാണെങ്കിൽ ഈ ഓഹരികൾ തിരിച്ചു വന്നേക്കാം. ഇനി ഈ ഗ്രൂപ്പിൽ നിക്ഷേപിക്കുന്നതിന്റെ ദോഷങ്ങൾ നോക്കാം. ആദ്യമായി കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഈ ഒരു കാരണത്താൽ ഗ്രൂപ്പിൽ നിക്ഷേപിക്കാത്ത ഒരുപാട് നിക്ഷേപകരുണ്ട്. കാരണം തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ ഗ്രൂപ്പിന്റെ പ്രശസ്തിക്ക് ഇതിനകം വരുത്തിയ നാശനഷ്ടം ഗുരുതരമാണ്. ഗ്രൂപ്പിന് ഇക്കാര്യത്തിൽ ശുദ്ധീകരിക്കാൻ കഴിയുമോ എന്ന് പല നിക്ഷേപകരും ഉറ്റുനോക്കുന്നു. ഈ ആരോപണങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ ഒരു പരിധിവരെ കമ്പനിക്ക് കഴിയുന്നുണ്ടെങ്കിലും ഇവ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടത് എന്ന് ഒരു കൂട്ടം നിക്ഷേപകർ വിശ്വസിക്കുന്നു. മറ്റൊരു ദോഷവശം സാധാരണ നിക്ഷേപകർക്ക് ഗ്രൂപ്പിന്റെ ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് വളരെയധികം കടമ്പകൾ കടക്കേണ്ടി വരുന്നു എന്നതാണ്. ഇത് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നിങ്ങൾ ഒരു സ്റ്റോക്ക് വിശകലനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ശക്തമാണെങ്കിൽ അത് വാങ്ങുന്നത് പരിഗണിക്കുകയും ചെയ്യുന്നു. മൂല്യനിർണ്ണയം, ബിസിനസ് മനസ്സിലാക്കൽ, മാനേജ്മെന്റിലുള്ള വിശ്വാസം എന്നിവ മാത്രമാണ് അടിസ്ഥാന കാര്യങ്ങൾ ഒഴികെയുള്ള പരിഗണനകൾ. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ കാര്യം അങ്ങനെയല്ല. ഗ്രൂപ്പിന്റെ ദീർഘകാല വളർച്ചാ പദ്ധതികൾ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ, ഗ്രൂപ്പ് നടത്തുന്ന നീക്കങ്ങളുടെ അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം എന്നിവയും മറ്റും നിക്ഷേപകർ നിരീക്ഷിക്കേണ്ടതുണ്ട്. കൂടാതെ ഗ്രൂപ്പിന്റെ കടം കുറയ്ക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ ഒരു സാധാരണ നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ തന്നെയാണ്. അവസാനമായി ശ്രദ്ധിക്കേണ്ടത് വാല്യുവേഷനാണ്. കാരണം പല അദാനി ഓഹരികളും വളരെ ഉയർന്ന മൂല്യത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കുകൾ വാങ്ങുന്ന ഭൂരിഭാഗം പേരും വാല്യുവേഷൻസ് ചെക്ക് ചെയ്യാതെയും മറ്റും വാങ്ങിക്കൂട്ടുന്നത് അപകട സാധ്യത ക്ഷണിച്ചു വരുത്തുന്നു. എന്നാൽ നിക്ഷേപകർ വേണ്ടത്ര ജാഗ്രത പുലർത്തുകയും സ്റ്റോക്കുകളുടെ മൂല്യം, ബുക്ക് വാല്യൂ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കിയും മാത്രം വാങ്ങുകയും ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്താൽ ദീർഘകാലത്തേക്ക് ഈ സ്റ്റോക്കുകൾ മികച്ചതാണെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താൻ കഴിയാത്തവർക്കായി റിസ്ക് കുറഞ്ഞ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന മറ്റ് നിരവധി ഓഹരികൾ വിപണിയിലുണ്ട് എന്നുകൂടി ഓർക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക്സ് മച്ച് ഫോർ വാച്ചിങ്.